ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വീടും പോലും ഇല്ല. ഞങ്ങൾ വാടകയ്ക്കാണ് താമസിക്കുന്നത്. അവിടെ പോലും വാടക കൊടുത്തിട്ട് കുറേ ആയി. കോഴിക്കോട് കുറ്റിക്കാട്ടൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാനും വാപ്പയും വാടകയ്ക്ക് താമസിക്കുന്നത്. ഞങ്ങൾക്ക് വേറെ ആരുടെ പോയി ചോദിക്കാൻ ഞങ്ങൾക്ക് നിവർത്തിയില്ല. നിങ്ങളെ കൊണ്ട് കഴിയുന്നത് നിങ്ങൾ സഹായിക്കണം. 3 സർജറി കഴിഞ്ഞു. പിന്നെ പറഞ്ഞ് കൈപ്പത്തി വരെ കീറണം, പിന്നെ കൈ മുറിച്ച് കളയേണ്ടി വരും എന്ന് പറഞ്ഞു. എവിടുന്ന്? മെഡിക്കൽ കോളേജ്. അസ്സലാമു അലൈക്കും ഫ്രണ്ട്സ്, ബുള്ളറ്റുമാനുമാണ്. ആരിഫായി മലബാർ ഹോസ്പിറ്റലാണ് കോഴിക്കോടുള്ളത്. കുറ്റിക്കാട്ടൂർ സ്വദേശികളാണ്. ഭാര്യയും 2 മക്കളുമാണ്. ഷുഗർ വന്നിട്ട് കയ്യിന് പഴുപ്പൊക്കെ വന്നിട്ട് മുറിയായിട്ട് മെഡിക്കൽ കോളേജിൽ നിന്ന് കൈ മുറിച്ച് മാറ്റണം എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഹോസ്പിറ്റലിൽ വന്നതാണ്. ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഒരു 1.5 ലക്ഷം റുപ്യോളം ചിലവായി. ഇനിയിപ്പോൾ ഒരു 1.70 2 ലക്ഷത്തിന് ഇവിടെ കൊടുക്കണം മലബാറിൽ. അപ്പോൾ ഒരു ഹോസ്റ്റലിലാണ്, ഇപ്പോൾ മലബാറിൻ്റെ ഹോസ്റ്റലിലാണ് ഉള്ളത്. ഡിസ്ചാർജ് ആയിട്ട് 18 ദിവസമായി. ഇപ്പോൾ ഹോസ്റ്റലിൽ വന്നിട്ടാണ് ക്യാഷ് കൊടുക്കുക. അതുകൊണ്ട് നിങ്ങൾക്കറിയാലോ, ഡിസ്ചാർജ് ആയിട്ടും ഇവിടുന്ന് പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. അതുകൊണ്ട് നിങ്ങളെ മുന്നിൽ കൈ നീട്ടുകയാണ്. വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ ഈ അക്കൗണ്ടിൽ അയച്ചു കൊടുക്കുക. എന്നിട്ട് പെട്ടെന്ന് എത്രയും പെട്ടെന്ന് ഒരു വാടക വീട്ടിലാണ് താമസം, ഇവിടുന്ന് വീട്ടിലേക്ക് മാറാനുള്ള ഒരു സൗകര്യം നിങ്ങൾ ചെയ്തു കൊടുക്കുന്നത് വളരെ വിനയത്തോടെ, പിന്നെ എന്താ പറയുക, സ്നേഹത്തിൻ്റെ ഭാഷയിൽ അഭ്യർത്ഥിക്കുകയാണ്. ഞങ്ങൾ ഡിസ്ചാർജ് ആയിട്ട് 18 ദിവസമായി. അപ്പോൾ ഹോസ്പിറ്റലിന്റെ ഹോസ്റ്റലിലാണ് ഇപ്പോൾ ഉള്ളത്. അതെ. ഇനിയിപ്പോൾ എത്ര ഇവിടെ ബാക്കി കെട്ടേണ്ടത്? ഞങ്ങൾ ഇനി 1.70 കെട്ടാനുണ്ട്. കൊടുക്കാൻ കഴിയാത്തോണ്ടാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്.